സിംഗിൾ ആണോ നിങ്ങൾ? കമ്മിറ്റഡ് ആയവരുടെ പുച്ഛവും പരിഹാസവും കേൾക്കുന്നവരാണോ നിങ്ങൾ? ആണെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം. എൻ്റെ പേര് ഗോകുൽ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കാണുന്ന കമ്മിറ്റഡ് ആയ കപ്പിൾസിനോട്, ആക്ച്വലി ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരാം. നിങ്ങൾ ഒരിക്കലും ഇത് തള്ളിക്കളയരുത്. ഓക്കെ? കപ്പിൾസ്, നിങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അത് വേണ്ട. നിങ്ങൾ ഒരിക്കലും ഒരുമിച്ചിരുന്ന് ഈ വീഡിയോ കാണരുത്. നിങ്ങൾ രണ്ടായി സെപ്പറേറ്റ് ആയി രണ്ട് സ്ഥലത്ത് ഇരുന്നിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം അപ്പോഴേ എനിക്ക് 2 വ്യൂസ് കിട്ടുള്ളൂ. ഓക്കെ, ബാക്ക് ടു ടോപ്പിക്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സിംഗിൾസിന് വേണ്ടിയുള്ളതാണ്. സിംഗിൾസ്, നിങ്ങൾ എന്നെ പോലെ ജന്മന സിംഗിൾ ആണോ അതോ ബ്രേക്കപ്പിന് ശേഷം സിംഗിൾ ആയതാണോ? അതിനിവിടെ പ്രസക്തിയില്ല. എനിവേ, സിംഗിൾസ് പല വെർഷൻസ് ഉണ്ട്, പല വകഭേദങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു വെർഷനാണ് സിഗ്മ. യെസ്, എല്ലാ സിംഗിൾസും സിഗ്മകളല്ല, പക്ഷെ എല്ലാ സിഗ്മകളും സിംഗിൾസ് ആണ്. സിഗ്മ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, പെണ്ണ് കിട്ടാത്തതുകൊണ്ട് സ്വയം സിഗ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ, എന്നെ പോലെ. 2, ശരിക്കും പെണ്ണ് വേണ്ടാത്തവർ, ദ റിയൽ സിഗ്മാസ്. നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറി ആണെങ്കിൽ, നിങ്ങൾ റിയൽ സിഗ്മയാണെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണണം, കാരണം വ്യൂസ് മുഖ്യം. ഇനി നിങ്ങൾ ആദ്യത്തെ കാറ്റഗറി ആണെങ്കിൽ, എന്നെ പോലെ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് സിഗ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ 100% നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അല്ല, നമുക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ശരിയുത്തരം കമന്റ് ചെയ്യുന്നവർക്ക് 1 കോടി നന്ദി മാത്രമല്ലേ. ഓക്കെ, ചോദ്യം ഇതാണ്. എപ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുന്നത്, സക്സസ്ഫുൾ ആവുന്നത്? കൺഫ്യൂഷൻ ആയില്ലേ? പേടിക്കണ്ട, ഗുരുജി ഓപ്ഷൻസ് തരും. ഓക്കെ, ഓപ്ഷൻസ്. ഓപ്ഷൻ എ, കോടീശ്വരനാവുമ്പോൾ. ഓപ്ഷൻ ബി, വീട് വെക്കുമ്പോൾ. ഓപ്ഷൻ സി, സർക്കാർ ജോലി കിട്ടുമ്പോൾ. ഓപ്ഷൻ ഡി, പെണ്ണ് കിട്ടുമ്പോൾ. ശരിയുത്തരം കമന്റ് ചെയ്യൂ. ഇനിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയില്ലെങ്കിൽ പേടിക്കണ്ട, ശരിയുത്തരം ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം, കാരണം ചോദ്യം ഉണ്ടാക്കിയത് ഞാനാണ്. ഓക്കെ, ശരിയുത്തരം ഓപ്ഷൻ ഡി, പെണ്ണ് കിട്ടുമ്പോൾ. ഓപ്ഷൻ ഡി, പെണ്ണ് കിട്ടുമ്പോൾ. അതാണ് ശരിയുത്തരം. പെണ്ണ് കിട്ടുമ്പോഴാണ് ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. ഈ ഉത്തരം ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതിനെനിക്ക് വ്യക്തമായൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? കോടീശ്വരനാവുമ്പോൾ, വീട് വെക്കുമ്പോൾ, സർക്കാർ ജോലി കിട്ടുമ്പോൾ, പെണ്ണ് കിട്ടുമ്പോൾ. നിങ്ങൾ കോടീശ്വരനായാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. നിങ്ങൾ വീട് വെച്ചാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. അതായത് ഈ 3 ഓപ്ഷനും അവസാനം ചെന്ന് നിൽക്കുന്നത് 4ാമത്തെ ഓപ്ഷനിലാണ്. അത് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷൻ ആയതുകൊണ്ടല്ല. അണ്ടർസ്റ്റാൻഡ്? സോ അതാണ് ശരിയുത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. പെണ്ണ് കിട്ടിയാലേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. പെണ്ണ് കിട്ടുന്നതാണ് ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, പെണ്ണ് കിട്ടാത്തവരാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ എന്നെ പോലെ ഒരു സിംഗിൾ ആണ്, പ്ലസ് ഇൻട്രോവേർട്ട് ആണ്, പ്ലസ് നല്ലൊരു ഗുഡ് പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്, ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പെണ്ണ് കിട്ടില്ല. യെസ്, അങ്ങനെയുള്ളവർക്ക് പെണ്ണ് കിട്ടില്ല. അതൊരു ശാപാണ്. അത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റരുത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ആവരുത്. ഓക്കെ, പക്ഷെ പെണ്ണ് കിട്ടുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, വാലന്റൈൻസ് ഡേ ആണ്. ഞാൻ ഇതുവരെ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല, കാരണം ഞാൻ ജന്മനാ സിംഗിൾ ആണ്. പക്ഷെ എനിക്ക് വാലന്റൈൻസ് ഡേ ഇഷ്ടമാണ്. ഐ ലവ് വാലന്റൈൻസ് ഡേ. എനിക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും, പറയാത്തതാവും. എനിവേ, ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ നമുക്ക് ആഘോഷിക്കണം. 2026 വാലന്റൈൻസ് ഡേ നമുക്കുള്ളതാണ്. ഓക്കെ, പക്ഷേ നമ്മൾ സിംഗിൾസ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റില്ല. അതിന് ഗേൾ ഫ്രണ്ട് വേണം, എന്നാലേ അത് ആഘോഷിക്കാൻ പറ്റൂ. നമുക്ക് ഒറ്റയ്ക്ക് ഹണിമൂൺ പോവാം, അത് പോസിബിൾ ആണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു പല്ല് ഡോക്ടറാണ്, പേര് അപ്പുക്കുട്ടൻ. പുള്ളി അങ്ങനെ ഒറ്റയ്ക്ക് ഹണിമൂൺ പോയിട്ടുണ്ട്. സോ അത് പോസിബിൾ ആണ്. പക്ഷെ ഒറ്റയ്ക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റില്ല. അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്കൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തണം, എന്നാലേ നമുക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെ ഗേൾ ഫ്രണ്ടിനെ കിട്ടും? ഓക്കെ, നമുക്ക് നോക്കാം. റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെ ഗേൾ ഫ്രണ്ടിനെ കിട്ടുമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കും, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഗേൾ ഫ്രണ്ടിനെ കിട്ടും. നമുക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. ഓക്കെ, പലരും പറയാറുണ്ട് ഗേൾ ഫ്രണ്ട്സിനെ കിട്ടാൻ എളുപ്പമാണ്, ശ്രമിച്ചാൽ 10 കാമുകിമാരെ കിട്ടും. പക്ഷെ വിശ്വസിക്കരുത്, അത്ര എളുപ്പമല്ല.
അതേപോലെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ഹൗ ടു ഗെറ്റ് എ ഗേൾ ഫ്രണ്ട്, ഹൗ ടു ഗെറ്റ് എ ഗേൾ ഫ്രണ്ട് ടിപ്സ്. അതൊന്നും വിശ്വസിക്കരുത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും അത്ര എളുപ്പമല്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഇത് ഞാൻ ഗൂഗിളിൽ ഹൗ ടു ഗെറ്റ് എ ഗേൾ ഫ്രണ്ട് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ചില പോയിന്റ്സ് ആണ്. ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നോ ഹു യു ആർ. നമ്മൾ ആരാന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഞാൻ ആരാണ്? എന്റെ ആധാർ കാർഡ് എവിടെ? എനിക്ക് ഞാൻ ആരാന്ന് അറിയാം. ആധാർ കാർഡ് എവിടെ? സോറി, ആധാർ കാർഡ് എവിടെ വെച്ചെന്ന് മറന്നുപോയി. ശരി, അത് പോട്ടെ. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? മീറ്റ് സിംഗിൾസ്. എന്തിനാണ് സിംഗിൾസിനെ മീറ്റ് ചെയ്യുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. ശരി, പോട്ടെ. ഇവര് പറയുന്നതല്ലേ, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സിംഗിൾസിനെ മീറ്റ് ചെയ്യാം. മീറ്റ് സിംഗിൾസ്. ഓക്കെ. ഹായ്, ഞാനൊരു സിംഗിൾ ആണ്. താങ്കൾ സിംഗിൾ ആണോ? അതും ശരിയല്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഇത്രയല്ലേ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും ഉണ്ടാവും. സ്റ്റെപ്പ് 3, പേ അറ്റൻഷൻ. അറ്റൻഷനിൽ നിൽക്കാനാണോ? ഓക്കെ, അവര് അറ്റൻഷനിൽ നിൽക്കാനാണ് പറയുന്നത്. അറ്റൻഷനിൽ നിന്നാ ഗേൾ ഫ്രണ്ടിനെ കിട്ടുമോ? ഈ അറ്റൻഷനിൽ നിൽക്കുന്നതും ഗേൾ ഫ്രണ്ടിനെ കിട്ടുന്നതും തമ്മിൽ എന്ത് ബന്ധം? ശരി, ഏതായാലും അവര് പറഞ്ഞതല്ലേ, അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. സോ നമുക്ക് അങ്ങനെ നിൽക്കാം. നിങ്ങളും എഴുന്നേറ്റ് അറ്റൻഷനിൽ നിൽക്കാം, അപ്പോഴേ നിങ്ങൾക്കും ഗേൾ ഫ്രണ്ടിനെ കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ എന്നാ ഗേൾ ഫ്രണ്ടിനെ കിട്ടുമോ? ഓക്കെ, ഞാൻ ഇനി എന്റെ എല്ലാ വീഡിയോസും ഈ പൊസിഷനിൽ നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോ ഗേൾ ഫ്രണ്ടിനെ കിട്ടുമോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ടിപ്സ് ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അത് നമുക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ കാര്യം, അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനുള്ളതാണ്. സോ നമ്മൾ സ്വയം കണ്ടെത്തണം. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളൊരു സേഫ് ഗെയിം കണ്ടെത്തണം. എനിക്ക് വേണ്ടത് സീരിയസ് ആയി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ടിനെയാണ്. അതിലെ കാര്യമുള്ളൂ, അതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമുക്ക് അറിയേണ്ടത്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളറിയാതെ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടാവും. അത് സത്യമാണ്. കാരണം എനിക്കറിയാം, എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവരാരൊക്കെയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നമ്മൾ അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവും. കാരണം അവര് നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം ഓക്കെ ആവും. അങ്ങനെ നമുക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാം. പക്ഷെ എങ്ങനെ അവരെ കണ്ടുപിടിക്കും? അതാണ് ടാസ്ക്. ശരി, നമുക്ക് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാം. നമുക്ക് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. ഓക്കെ, ചാറ്റ് ജിപിടി ചില സ്റ്റെപ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദേ ഗിവ് യു എക്സ്ട്രാ അറ്റൻഷൻ. പിന്നെ അറ്റൻഷൻ. ഇവരെന്താണ് ഈ അറ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ബാക്കി നോക്കാം. സിറ്റ് നിയർ യു. ഓ, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് വേറെ എവിടെ സീറ്റിലായിട്ടല്ല, നിങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഓക്കെ, റിമെമ്പർ സ്മോൾ തിങ്സ് അബൌട്ട് യു. ഓ, നിങ്ങളെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയായിരിക്കും. നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പറും ഒക്കെ അവർക്ക് അറിയായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. റെസ്പോണ്ട് ക്വിക്ലി ടു യുവർ മെസ്സേജസ്. ഓക്കെ, നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ തരാത്തത് അത് വേറെ പണിയുള്ളതുകൊണ്ടോ സമയമില്ലാഞ്ഞിട്ടോ അല്ല, നിങ്ങൾ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്. സോ അത് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. ദേ ട്രീറ്റ് യു ഡിഫറെന്റ്ലി ദാൻ അതേഴ്സ്. അവര് നിങ്ങൾക്ക് എപ്പോഴും ട്രീറ്റ് തരുന്നതാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, അവര് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അത് നന്നായി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എക്സാമ്പിൾസ് നോക്കാം. They tease you playfully. They laugh a lot at your jokes. They seem more nervous around you. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചാറ്റ്ജിപിടി ഒരുമാതിരി മറ്റേ പരിപാടിയാണ് ചെയ്തത്. ആദ്യം പറഞ്ഞിരിക്കുന്നു അവര് നമ്മൾ എന്ത് കോമഡി പറഞ്ഞാലും ചിരിക്കുന്നു. തൊട്ടടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു അവര് നമ്മളെ കാണുമ്പോൾ നെർവസ് ആവുന്നു. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറ, ഇതെങ്ങനെ ശരിയാവും? നെർവസ് ആയ ആളെങ്ങനെ ചിരിക്കും? ചിരിച്ച ആളെങ്ങനെ നെർവസ് ആവും? ഇത് രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് അല്ലേ? ചാറ്റ്ജിപിടി സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചപ്പോ പറ്റിക്കാൻ നോക്കുന്ന. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. ദേ ഗോ ഔട്ട് ഓഫ് ദെയർ വേ ടു ഹെൽപ്പ് യു. ദേ ചെക്ക് ഇൻ ഓൺ യു. ഓ, അവര് നിങ്ങളെ ചെക്ക് ചെയ്യുമെന്നാണ് ഇവര് പറയുന്നത്. അവർ നിങ്ങളുടെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്യും. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ എയർപോർട്ടിലും മറ്റു പബ്ലിക് പ്ലേസസിലും ചെക്ക് ചെയ്യുന്നവരെ പോയി പ്രപ്പോസ് ചെയ്യാൻ പോകരുത്, തല്ല് കിട്ടും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ബോഡി ലാംഗ്വേജ് സയൻസ്. യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. ബോഡി ലാംഗ്വേജ് ഒരിക്കലും കള്ളം പറയില്ല. ബോഡി ലാംഗ്വേജ് സത്യമായിരിക്കും. സോ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കും. നോക്കാം. ലോട്ട്സ് ഓഫ് ഐ കോണ്ടാക്ട്. ഓക്കെ, അവര് നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് തരും. അവര് നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് തെറ്റിദ്ധരിക്കരുത്. അത് അവർക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ല,
നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്മൈലിംഗ് വെൻ ദേ സീ യു, നിങ്ങളെ കാണുമ്പോൾ അവർ ചിരിക്കും. ഇതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് അവർ കളിയാക്കി ചിരിക്കുന്നല്ല, നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് ചിരിക്കുന്നതാണ്. ഓക്കെ, ഫേസിങ് ദെയർ ബോഡി ടുവേർഡ് യു വെൻ ടോക്കിംഗ്. ഓക്കെ, അവര് നിങ്ങളോട് ഇങ്ങനെ നിന്നാണോ സംസാരിക്കുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മറിച്ച് അവർ നിങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചോ അവർക്ക് നിങ്ങൾ ഇഷ്ടമല്ല. ഓക്കെ, അടുത്തെന്താ, ദേ ട്രൈ ടു സ്പെൻഡ് ടൈം വിത്ത് യു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈമാണ്. സോ അവർ നിങ്ങളുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ദേ കോംപ്ലിമെന്റ് യു. ഓ, ഇതെനിക്ക് പറ്റില്ല, കാരണം എന്നെ ആരും കോംപ്ലിമെന്റ് ചെയ്യാറില്ല, ഇങ്ങനെയൊന്നും ആരും എന്നോട് പറയാറില്ല. സോ ഈ സ്റ്റെപ്പ് നമുക്ക് വേണ്ട, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, എനിക്ക് സങ്കടം വരും. സോ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്തത് ദേ ആസ്ക് അബൌട്ട് യുവർ ലൈഫ്. ഓ ഓക്കെ, മനസ്സിലായി. ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ അവിടെ പലരും നമ്മളോട് വന്ന് ചോദിക്കും, മോനെ ജോലിയൊന്നും ആയില്ലേ, കല്യാണമൊന്നും ആയില്ലേ. സോ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഓക്കെ, എന്നാണ് ഇവര് പറയുന്നത്. ഇതെന്താണ് താഴെ, ഇത് തീർന്നില്ലേ? ദ മോസ്റ്റ് റിലയബിൾ വേ ജസ്റ്റ് ആസ്ക്. ഓ, നമ്മളെ സീക്രട്ട് ആയിട്ട് സ്നേഹിക്കുന്നവരോട് നമ്മൾ നേരിട്ട് ചെന്ന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കണം എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ എനിക്കത് പറ്റില്ല, കാരണം ഞാനൊരു ഇൻട്രോവേർട്ടാണ്, എനിക്കത് പറ്റില്ല. ബട്ട് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? നമ്മളെ സീക്രട്ട് ആയിട്ട് ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ChatGPT, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഉത്തരം താ. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്, ഒരു ബാക്കപ്പ് ഓപ്ഷൻ. സോ നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി ഇപ്പൊ കറക്റ്റ് ആൻസർ തരും. കൺസിസ്റ്റൻസി, ദ ഡബിൾ ടേക്ക്, ഫോക്കസ്ഡ് എനർജി, ദ ഡിഫറെന്റ് ഫാക്ടർ. ഇതെന്താ ഫിസിക്സോ, എന്താണത്? എനിക്കിതൊന്നും മനസ്സിലായില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോ ഈ വാലന്റൈൻസ് ഡേക്കും ഞാൻ സിംഗിൾ, ഈ വാലന്റൈൻസ് ഡേയും എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആർക്ക് വേണം വാലന്റൈൻസ് ഡേ? വാലന്റൈൻസ് ഡേ വെറുതെ ആണ്, എനിക്ക് വാലന്റൈൻസ് ഡേ ഇഷ്ടമല്ല. ഐ ഹേറ്റ് വാലന്റൈൻസ് ഡേ. എനിക്ക് വാലന്റൈൻസ് ഡേ ഇഷ്ടമാണ്, ഐ ലവ് വാലന്റൈൻസ് ഡേ. അല്ലെങ്കിലും ഈ പെണ്ണ് കിട്ടുന്നൊന്നല്ല, അതൊന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പെണ്ണ് കിട്ടുമ്പോഴാണ് ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അല്ലെങ്കിലും ഈ വാലന്റൈൻസ് ഡേയുടെ കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. എന്തിനാണ് എല്ലാവരും വാലന്റൈൻസ് ഡേക്ക് ടെഡി ബെയർ കൊടുക്കുന്നത്? ഡയറി മിൽക്കും പൂവും ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ എന്തിനാണ് എല്ലാവരും വാലന്റൈൻസ് ഡേക്ക് ടെഡി ബെയർ കൊടുക്കുന്നത്? ഈ ടെഡി ബെയറിന്റെ പിന്നിലെ സൈക്കോളജി എന്താ? എനിക്കത് അറിയില്ല. സോ അറിയുന്നവർ കമന്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, എനിക്കും വിഷമമുണ്ട്. സോ നമ്മൾ തുല്യ ദുഃഖിതരാണ്. സോ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, 2027 വാലന്റൈൻസ് ഡേ, അടുത്ത കൊല്ലത്തെ വാലന്റൈൻസ് ഡേ, അത് നമുക്കുള്ളതാണ്, അത് നമ്മൾ ആഘോഷിക്കും. ഓക്കെ, നിങ്ങൾ അതുവരെ കാത്തിരിക്കാം, ഞാനും കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ മാത്രമല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുൽവാമ ഭീകരാക്രമണം നടന്ന ദിവസമാണ്. ഒരുപാട് പട്ടാളക്കാര് വീരമൃത്യു വരിച്ച ദിവസമാണ്. സോ അത് നമ്മൾ മറക്കരുത്, അതും നമ്മൾ ഓർക്കണം. ഓക്കെ, മിഷൻ സക്സസ് ആവാത്തോണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ബൈ.